അമ്മ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു. അച്ചോ ഹാപ്പി ആനിവേഴ്സറി. താങ്ക് യു താങ്ക് യു. അപ്പോൾ 2007 ഫെബ്രുവരി 7 ഒരു ബുധനാഴ്ച 10-നും 12-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിലായിരുന്നു ഞങ്ങളുടെ വിവാഹം കേട്ടോ. അപ്പോൾ അതേപോലെ ഇന്ന് ഫെബ്രുവരി 7-ാം തീയതി എൻ്റെ ഒരു ചെറിയച്ഛൻ്റെ മോളുടെ കല്യാണമാണ്. അത് മുടപ്പല്ലൂരിലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു താലികെട്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കാനായിട്ട് വന്നതായിരുന്നു. എന്ത് തന്നെയായാലും ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഇന്നേ ദിവസം തന്നെ ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ സന്തോഷം ഏറെ ഉണ്ട് കേട്ടോ. പിന്നെ കാലത്ത് മോനായിട്ട് എണീക്കാൻ വൈകിയത് കൊണ്ട് തന്നെ എൻ്റെ കൂടെ കല്യാണത്തിന് വന്നില്ല കേട്ടോ. എന്നെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിട്ടിട്ട് മൂപ്പര് അങ്ങോട്ട് തിരിച്ചുപോയി. അങ്ങനെ ദാ അവിടുന്ന് ഫുഡും കഴിച്ചതിന് ശേഷം നേരെ ടൗണിൽ വന്ന് ഒരു കേക്കും മേടിച്ചു കേട്ടോ. അതിലിപ്പോൾ എന്താ അത്ര പുതുമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ, അതായത് 19 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു കേക്ക് മേടിക്കുന്നത്. അങ്ങനെ ദാ വീടെത്തിയതിന് ശേഷം സാരിയൊക്കെ ഒന്ന് മാറ്റി മേക്കഴുകി നന്നായിട്ടൊരു ചായയൊക്കെ വെച്ച് കുടിച്ചു. എന്നിട്ട് ഇതാ അടുക്കള പണിയിലേക്ക് കടന്നു ട്ടോ. അപ്പൊ എന്തായാലും ചെറുതായിട്ടൊരു സദ്യ ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണേ. കഴിഞ്ഞ വർഷം തന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം മോനേട്ടൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വന്നിട്ട് പിന്നെ ഒരു സ്കാനിങ് ഉണ്ടായിരുന്നു. അന്ന് നമുക്ക് ഡേറ്റ് കിട്ടിയത് ഫെബ്രുവരി 7-നായിരുന്നു ട്ടോ. അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേക്ക് തന്നെ 6 മണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എങ്ങനെ ആഘോഷിക്കാനുള്ള ഒരു സാഹചര്യമൊന്നും ആയിരുന്നില്ലല്ലോ. പിന്നെ അതിന് മുന്നത്തെ വർഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2007 മാത്രമാണ് ഫെബ്രുവരി 7 എന്നൊരു ദിവസം മോനേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ ഫെബ്രുവരി 7-നും മൂപ്പര് പ്രോഗ്രാമിനായിരിക്കും. അപ്പോൾ എവിടെയെങ്കിലും വെച്ചിട്ടായിരിക്കും കാലത്ത് എന്നെ വിളിച്ചിട്ട് ഒന്ന് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. 2023 ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ നിന്ന ആളുകളാണ് കേട്ടോ ഈ 2026 നിന്ന് കേക്ക് കട്ട് ചെയ്യണത്. നമ്മൾ ഓരോരോ കാര്യങ്ങളായിട്ട് തീരുമാനിക്കുന്നു. പക്ഷെ സർവേശ്വരൻ വേറൊരു രീതിയിൽ നമ്മുടെ ജീവിതം കൊണ്ടുപോകുന്നു. ആളാണല്ലോ ജയിക്കാറ്. അങ്ങനെ ഞങ്ങളിതാ സന്തോഷത്തോടെ കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. അതിനിടയിൽ മോനേട്ടൻ എന്താ വല്ലാണ്ട് ഇമോഷണലായി. കുറ്റബോധം കാരണം ഏതോ ഒരു യന്ത്രത്തിനെ പോലെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ കുറേ സമയത്തിന് ശേഷം ആ യന്ത്രത്തിന് ഞങ്ങൾ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. എന്നാൽ ഞങ്ങൾ കഴിക്കട്ടെ. അപ്പം ഇത്രയും